ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് അതിനെ കാണിക്കുക, ഡിഫറെൻറ്റ് ടേംസ് നമ്മളൊന്ന് പരിചയപ്പെടാം. കറണ്ട് ടാക്സ് അസറ്റ്സ്, കറണ്ട് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സസ്, പേയ്മെൻറ്റ് ഓഫ് സാലറി, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. സോ അതിൽ കറണ്ട് ടാക്സ് എന്നുള്ളത് ഈ വർഷം നമ്മൾ കൊടുക്കുന്ന ടാക്സ്. സാധാരണ ഇപ്പോൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലുള്ള ഇൻകത്തിൻ്റെ മീതെയാണ് നമ്മൾ ഈ വർഷം ടാക്സ് കൊടുക്കുക. ഈ അസസ്മെൻറ്റ് ഇയറിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ മീതെയുള്ള ടാക്സ് ആണ്. സോ ഇപ്രാവശ്യം ഈ വർഷം കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ടഡ് ആസ് പെർ ടാക്സ് ലോസ് applicable to business enterprise for the current period. Current tax will appear in the statement of profit or loss account as the deduction from the profit before tax. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, കറണ്ട് ടാക്സ് ലെസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് സാധാരണ കറണ്ട് ടാക്സിൻ്റെ കാൽക്കുലേഷൻ. അടുത്തത് കറണ്ട് ടാക്സ് അസറ്റ്. കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻകം ടാക്സ് ഓൾറെഡി പേ ചെയ്തു, അതായത് ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ കറണ്ട് ആൻഡ് പ്രയർ പീരീഡ്സ് എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ഫോർ ദോസ് പീരീഡ്സ്, നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് ഒറിജിനലി ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടിനേക്കാളും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് എക്സസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ അസറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ശരിക്കും ഡ്യൂ ആയിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് 1,00,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ടാക്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് 1,20,000 ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് 20,000 എന്താണ്, എക്സ്ട്രാ ആണ്. ആ എക്സ്ട്രാ ആയിട്ടുള്ള എക്സസ് പേയ്മെൻറ്റ് നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് എന്നുള്ള കാറ്റഗറിയിലും, ഒരു വർഷത്തിൽ കൂടുതൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ കറണ്ട് അസറ്റ് എന്നുള്ള കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ആയിട്ടുള്ളത് എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സസ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ 1 ഇയറിൻ്റെ ഉള്ളിലുള്ള ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് ലയബിലിറ്റി കാറ്റഗറിയിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡെഫേർഡ് ടാക്സ്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ പെയിൻറ്റിംഗ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് ടാക്സ് എക്സസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്നത് 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് ടാക്സ് അസറ്റ്സ് എന്ന് പറഞ്ഞ് കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുത്തുന്നു. അത് ഒരു വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെഫേർഡ് ടാക്സ് ആയിട്ടാണ് ഉൾപ്പെടുത്തുക. സോ ഡെഫേർഡ് ടാക്സിന് ഒരു ഓപ്പണിംഗ് ബാലൻസും ഉണ്ടായിരിക്കും, ഒരു ക്ലോസിംഗ് ബാലൻസും ഉണ്ടായിരിക്കും. ഈ ഓപ്പണിങ്ങിലുള്ള ബാലൻസ് എത്രയാണോ അതിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് കുറച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ആ സംഭവത്തിന് ഡെഫേർഡ് ടാക്സിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഡക്ഷൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഓപ്പണിങ്ങിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 8,000 ആണ്, ക്ലോസിങ്ങിലുള്ള ബാലൻസ് 7,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ബാലൻസ് വരുന്നത് 1,000 ആണ്. 8,000-ൽ നിന്ന് 7,000 കുറച്ചാൽ ബാക്കി 1,000 ആണ്. ഓക്കെ, ആ 1,000-നെ നമ്മൾ ഡിഡക്ഷൻ ഫ്രം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നുള്ളതിൽ കാണിക്കുന്നു. അടുത്തത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സാലറി. നമ്മൾ പറഞ്ഞു സാലറി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ TDS കാൽക്കുലേറ്റ് ചെയ്യണം. TDS എന്ന് പറയുന്നത് കമ്പനി തന്നെ നേരിട്ട് കൊടുക്കുന്നു, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു, ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട്. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയിൽ നിന്നൊക്കെ ടാക്സ് കുറച്ചിട്ടാണ് സാലറി കൊടുക്കുക. അപ്പോൾ എംപ്ലോയീസിന് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട, പകരം എംപ്ലോയീസിന് വേണ്ടിയിട്ട് കമ്പനിയാണ് നേരിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നത്. സോ അതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS എന്ന് പറയുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ടെങ്കിലുള്ള എൻട്രി ഇങ്ങനെയാണ്: സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് നമ്മളിപ്പോൾ സാലറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് സാലറി ഒരു 10 lakh റുപ്പീസാണ് സാലറി, അതിൻ്റെ ഒരു 10%, അതായത് 1 lakh നമ്മൾ TDS ആയിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സാലറി അക്കൗണ്ടിൽ നമ്മൾ 10 lakh ഡെബിറ്റ് ചെയ്യുന്നു. ആക്ച്വലി കൊടുത്തിട്ടുള്ളത് TDS കുറച്ചിട്ടുള്ള എമൗണ്ട് ടു ബാങ്ക് എന്നുള്ളതിൽ കാണിക്കുന്നു. ഇനി TDSൻ്റെ എമൗണ്ട് നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അക്കൗണ്ടിൽ കാണിക്കുന്നു. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എനി ബാലൻസ് ഇൻ ദ TDS അക്കൗണ്ട്,
അതായത് ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് സൈഡിലാണ് TDS ഉണ്ടാവുക. ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസ് എന്നുള്ളതിൻ്റെ ഹെഡിലാണ് TDS കാണിക്കുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് TDS ഓൺ ഇൻട്രസ്റ്റ് ഇൻകം. ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ കേസിൽ നമ്മൾ TDS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം എൻട്രിയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്വാൻസ് പേ ഇൻകം ടാക്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രിയാണ് പാസ് ചെയ്യുക. ഇൻ ട്രയൽ ബാലൻസ് അഡ്വാൻസ് ടാക്സ് റിലേറ്റിംഗ് ടു ലാസ്റ്റ് ഇയർ ആൻഡ് കറന്റ് ഇയർ വിൽ അപ്പിയർ ഓൺ ദ ഡെബിറ്റ് സൈഡ്. അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാനുള്ളത് മുൻകൂട്ടി കൊടുത്തതാണ്, അത് നമ്മുടെ അസറ്റാണ്. സോ അഡ്വാൻസ് ടാക്സ് ഫോർ കറന്റ് ഇയർ ഈസ് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് കറന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അണ്ടർ ദ ഹെഡ് കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുക. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെക്കുന്നത്, അതായത് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൈൻ ഇൻകം എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വിൽ അപ്പിയർ ആസ് എ ലൈബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് പ്രൊവിഷൻ. കറന്റ് ലൈബിലിറ്റിയിലാണ് ഈ ഒരു പ്രൊവിഷനെ കാണിക്കുക. ഫോർ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അതിനുള്ള എൻട്രി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ.